മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ നട തുറക്കുന്നു. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. ശബരിമല നട തുറന്നു. സനോജ് സുരേന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാൻ. സനോജ്, വലിയ ഭക്തജന തിരക്ക് തന്നെയാണല്ലോ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഭക്തിസാന്ദ്രമായ ശരണമന്ത്രത്തിന്റെ വിപരീതമായ സംവിധാനത്തെ അല്പസമയം നടക്കുന്നത് ഒരു മണ്ഡല മഹോത്സവത്തിന് സനോജ്, അവിടെയുള്ള തിരക്കുകളിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായിരിക്കുന്നു. ശബരിമല നട തുറന്നു. വൈകിട്ട് 4 മണിയോടുകൂടി മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയാണ് നട തുറന്ന് ദീപം തെളിയിക്കുന്നത്. ശബരിമല നട തുറന്നിരിക്കുന്നു. മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്നു ദീപം തെളിയിച്ചു. നട തുറന്ന ശേഷം ആഴിയിൽ അഗ്നി പകരും. പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരും ഇന്നാണ് ചുമതലയേൽക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു. 70,000 പേർക്കാണ് ഇത്തവണ വെർച്വൽ ക്യൂവിലൂടെ പ്രവേശനത്തിന് അനുവാദമുള്ളത്. 10,000 പേർക്ക് നേരിട്ടും എത്തി പ്രവേശനത്തിന് അവസരമുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് രാവിലെ മന്ത്രി VN വാസവൻ അറിയിച്ചിരുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സനോജ്, നട തുറക്കുന്ന സമയത്ത് വലിയ ഭക്തജന തിരക്ക്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ക്ഷേത്രനട തുറന്നു കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ദർശനത്തിനായി തീർത്ഥാടകരെ റോമാഞ്ചിലേക്ക് കടത്തിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി മുതലാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്കുള്ള പ്രവേശനം അനുവദിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തീർത്ഥാടകരൊക്കെ തന്നെ മണിക്കൂറുകൾ മുമ്പ് ആ പുതിയ സമയങ്ങളിൽ തന്നെ ദർശനം നടത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പിനൊടുവിൽ വളരെ നീണ്ട യാത്രക്കൊടുവിൽ തീർത്ഥാടകർ നേരത്തെ തന്നെ സന്നിധാനത്തെത്തിയിരുന്നു. ഇപ്പോൾ ക്ഷേത്ര നട തുറന്നതോടുകൂടി 18ാം പടിയും തുറന്ന് അവിടേക്ക് തീർത്ഥാടകരെ പ്രവേശിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. വരുന്ന മണ്ഡല മകരവിളക്കായിട്ടാണ് നിലവിലത്തെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തിമാർ നാളെയാണ് ചുമതലയേൽക്കുക. അവരുടെ നേതൃത്വത്തിലായി ക്ഷേത്രനട തുറക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള തിരക്ക് ഇത്തവണത്തെ തീർത്ഥാടനത്തിന് അനുഭവപ്പെടുമെന്നുള്ളതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമുദ്രത്തിലും പമ്പയിലും തീർത്ഥാടനമായിട്ടുള്ള എരിമേലിയിലും നിരക്കിലും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തീർത്ഥാടനങ്ങൾ കടന്ന് നിരവധി തീർത്ഥാടകർ ഈ ഇടത്താവളങ്ങളിലേക്ക് തന്നെ
ഇന്നലെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. അതിന്റെ തിരക്ക് ഈ ഇടത്താവളങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സന്നിധാനത്തേക്ക് ആ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. കാരണം ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചത് 1 മണി മുതലാണ്. പമ്പയിൽ നിന്ന് 1 മണി മുതലാണ് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ 1 മണി വരെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാണ് ഈ ക്ഷേത്രനട ഇന്ന് 5 മണിക്ക് തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ 1 മണി മുതൽ തീർത്ഥാടകരെ കടത്തിവിട്ടത്. ഈ തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറയപ്പെടുന്നത് പമ്പയിൽ വിപുലമായ ക്രമീകരണങ്ങൾ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജർമ്മൻ മാതൃകയിലുള്ള ഒരു വലിയ പന്തൽ വിശ്രമ കേന്ദ്രം തീർത്ഥാടകർക്കായി പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ 2018 പ്രളയത്തെ തുടർന്ന് ഒലിച്ചുപോയ രാമമൂർത്തി മണ്ഡപം ഇത്തവണ പുനരുദ്ധാരണം നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ പമ്പയിലെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ അവർക്ക് വെയിലും മഴയും ഒന്നും ഏൽക്കാതെ സുഖകരമായ രീതിയിൽ അവിടെ തമ്പടിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ഒരുക്കങ്ങൾ സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ വരുന്ന സമയങ്ങളിൽ അതായത് പമ്പയിൽ നിന്നും തിരുമല താണ്ടി അപ്പാച്ചിന് വേണ്ടി നടന്ന ശരകുത്തിയും തികച്ച സംവിധാനത്തേക്ക് എത്തുമ്പോൾ നടപ്പാതയിൽ വരുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനു വേണ്ടി 100 കണക്കിന് ഇരിപ്പിടങ്ങൾ ദേവസ്വം ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത വിധത്തിൽ പരമാവധി വേഗത്തിൽ ദർശനം നടത്തി മടങ്ങാനും സുഖകരമായ രീതിയിൽ ദർശനം നടത്തി മടങ്ങാനും വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡ് നടപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നടപ്പാക്കിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാവിലെ ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചിരുന്നു. പമ്പയിലും സന്നിധാനത്തും നടപ്പാക്കിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. ഇപ്പോൾ മന്ത്രി സന്നിധാനത്തുണ്ട്. മന്ത്രി എല്ലാ ഇടങ്ങളിലും പമ്പയിലാണെങ്കിൽ പമ്പയിൽ നടപ്പാക്കിയ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളിലെല്ലാം മന്ത്രി നേരിൽ പോയി കണ്ട് വിലയിരുത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സന്നിധാനത്തെത്തിയതിനു ശേഷവും സമാനമായ രീതിയിൽ അദ്ദേഹം പല പ്രദേശങ്ങളിലും സന്ദർശിച്ച കാര്യങ്ങൾ സ്ഥിതിഗതികൾ നേരിൽ കണ്ട് വിലയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി സംവിധാനത്തുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ദേവസ്വം ബോർഡ് മന്ത്രി ഇന്നും നാളെയും സംവിധാനത്തിൽ തുടരും. കാരണം ക്രമീകരണങ്ങൾ സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒപ്പം തന്നെ വരുന്ന തീർത്ഥാടകരിൽ നിന്നും അവർക്ക് മറ്റെന്തെങ്കിലും പരാതികളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന തരത്തിൽ മന്ത്രി നേരിട്ട് ചോദിച്ചറിയുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടകർക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയ ഒരു തീർത്ഥാടന കാലം കൂടിയാണ് ഇത്തവണത്തേത്. എന്തായാലും ക്ഷേത്രകട തുറന്നിരിക്കുന്നു. ഇപ്പോൾ തീർത്ഥാടകരെ പതിനെട്ടാംപടിയിൽ നിന്നും സംവിധാനത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹമാണ് ഇപ്പോൾ സംവിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള പരാതികളും പരിഭവങ്ങളും തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നൊരു വ്യക്തമായ നിർദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ തലത്തിൽ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് വിലയിരുത്താൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ ഇപ്പം നമുക്ക് നിലവിൽ സനോജ് വളരെ വിശദമായി തന്നെ പറഞ്ഞു ഇപ്പോൾ അവിടെ ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. എങ്കിലും ഈ ഒരു തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള വർധനവിനെ നേരിടാനുള്ള സമയക്രമീകരണങ്ങളെക്കുറിച്ചും മറ്റും ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത ഇത്തവണ ദർശന സമയം കൂട്ടിയിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറന്നാൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ദർശന സമയം. ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ദർശന സമയം. അങ്ങനെ വിപുലമായ സമയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 3 വർഷവും ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തീർത്ഥാടകരുടെ തിരക്ക് പലപ്പോഴും അനുഭവപ്പെടുന്നു. കഴിഞ്ഞ വർഷമാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ തീർത്ഥാടക പ്രവാഹം സംവിധാനത്തേക്ക് ഒഴുകിയെത്തി. അതിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി. പലയിടങ്ങളിൽ നിന്നും ഈ തീർത്ഥാടകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു സംഘർഷപരിതമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അത്തരമുള്ള ഒരു പരാജയത്തിൽ പരിചയങ്ങൾക്ക് വരുന്ന ഇടവല്ലാത്ത വിധത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി. അങ്ങനെ നടപ്പാക്കിയതിന്റെ ഭാഗമായിട്ടാണ് 80,000 പേർക്ക് ഒരു ദിവസം ദർശനത്തിന് വേണ്ടിയുള്ള സമയ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 70,000 പേർക്ക് വെർച്വൽ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്യുകയും ഒപ്പം തന്നെ 10,000 പേർക്ക് വെബ് ബുക്കിംഗിലൂടെയും ദർശനത്തിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അതിനായി ഇടത്താവളമായിട്ടുള്ള പമ്പയിലും ഒപ്പം തന്നെ നിലയ്ക്കലിലും എരുമേലിയിലും ഈ വെർച്വൽ സംവിധാനത്തിലൂടെ ബുക്കിംഗ് നടത്തി ദർശനത്തിനായി എത്താൻ കഴിയാത്ത തീർത്ഥാടകർക്ക് ഈ ഇടങ്ങളിൽ ദർശനം നടത്താൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു
സുഖകരമായ ദർശന സൗകര്യം ഓരോ തീർത്ഥാടകരും വന്നു പോകുന്നതിനനുസരിച്ച് കൂടുതൽ തീർത്ഥാടകർ സംവിധാനത്തിൽ എത്തിക്കുക. കാരണം ക്രമാതീതമായി കൂടുതൽ തീർത്ഥാടകർ സംവിധാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് ദർശനത്തിനായി ദർശന സംവിധാനത്തിലുള്ള ബുക്ക് ചെയ്ത് ദേശാന്തരങ്ങൾ തടസ്സ തീർത്ഥാടകർക്ക് അവർക്ക് ശരിയായ രീതിയിൽ ദർശനം നടത്താൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകളിൽ ഈ സംവിധാനത്തെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് പമ്പയിൽ നിന്നും തീർത്ഥാടകരെ കടത്തിയെടുത്തുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത സംഘർഷഭരിതമാവാത്ത ഒരു സമാധാനം നിറഞ്ഞ ഒരു തീർത്ഥാടന കാലം ഒരുക്കുക എന്ന ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഇന്ന് ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തീർത്ഥാടനം വളരെ സുഖകരമായി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായി എങ്കിൽ കൂടിയും പിന്നീട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങുകയും അതിലൂടെ സർക്കാർ നടപ്പാക്കിയ തീരുമാനത്തോട് സാമുദായിക സംഘടനകളും ഹൈന്ദവ സംഘടനകളൊക്കെ യോജിക്കുകയും ചെയ്യുന്ന കാഴ്ചയ്ക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ സംവിധാനത്ത് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പം 3 ദിവസങ്ങൾ മുമ്പ് തന്നെ തീർത്ഥാടകർ ദർശനത്തിനായി സംവിധാനത്തെ ലക്ഷ്യമാക്കി എത്തിയിരുന്നു. അവരൊക്കെ തന്നെ പമ്പയിലും മുരത്തിലും എരുമേലിയും ഉൾപ്പെടെയുള്ള ഇടത്താവളങ്ങളിൽ സംഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രധാന ഇടത്താവളമായ എരുമേലിയിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ആ ഒരു തിരക്കിന്റെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന തിരക്ക് സംവിധാനത്താണ്. ഇപ്പോൾ സംവിധാനത്ത് കൂടുതൽ തീർത്ഥാടകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സനോജ്, ഈ ഒരു പമ്പയിലും സന്നിധാനത്തുമായിട്ട് എത്ര കണ്ട് തീർത്ഥാടകർ എത്തിയാലും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം കൊടുക്കുവാൻ തക്ക തരത്തിലുള്ള സജ്ജീകരണങ്ങൾ സജ്ജമായിട്ടുണ്ടെന്നാണ് സനോജ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ ഒരു കാനനപാതയിൽ ഇതിന് വേണ്ടിയിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിരുന്നു ആന്റിവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഇതിനു മുമ്പ് തന്നെ മന്ത്രിയുടെ ഭാഗത്ത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാനനപാതയിൽ തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്ന സജ്ജീകരണങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പറയുമോ? എരുമേലിയിൽ നിന്നും തീർത്ഥാടകർ പരമ്പരാഗത കാനനപാതയിലൂടെ ദർശനത്തിനായി തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഓരോ വർഷവും ഗണ്യമായ വർധനവുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് എരുമേലിയിൽ പേട്ടത്തുള്ളിലേക്കും പേരിച്ചൂട് കടന്ന കാളകത്തി അമ്പലത്തിൽ നേർച്ച അർപ്പിച്ച് അഴുത നദിയിൽ മുങ്ങി കല്ലിടത്തിൽ കല്ലെറിഞ്ഞ് പിന്നീട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി കരിമലയും വലിയാനവട്ടവും ചെറിയാനവട്ടവും പിന്നിട്ട് പമ്പയിലെത്തി പമ്പയിൽ കുളി കഴിഞ്ഞ് നീരുമലയും താണ്ടി അപ്പാച്ചിലേക്ക് എത്തി പിന്നീട് ശരം വിറ്റി ദർശനത്തിലെത്തുന്ന ഒരു രീതി പരമ്പരാഗതമായി അങ്ങനെ തീർത്ഥാടകർ 40 ദിവസത്തെ വിമാനസ്ഥാനങ്ങളിലേക്ക് കഠിനമായ വിമാനസ്ഥാനങ്ങൾക്കൊടുവിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരുണ്ട്. ആ തീർത്ഥാടനം എന്ന് പറയപ്പെടുന്നത് ഒരു ത്യാഗപരമായ ഒരു തീർത്ഥാടനം തന്നെയാണ്. പ്രത്യേകിച്ച് ചെങ്കുത്തായ കുന്നുകളും ഇറക്കങ്ങളും ഒക്കെ നിറഞ്ഞ വലിയ ദുർഘടമായ പാതയിലൂടെ വേണം പലപ്പോഴും തീർത്ഥാടകർക്ക് ഈ പരമ്പരാഗത കാനനപാതയിലൂടെ ദർശനത്തിനായി സന്നിധാനത്തെ ലക്ഷ്യമാക്കി എത്തുവാൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും വന്യമൃഗങ്ങളുടെ ആക്രമണം അവിടെ പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ആ തീർത്ഥാടക പാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടാക്കുന്നത്. കാരണം തീർത്ഥാടകരുടെ ജീവന സുരക്ഷ ഒരുക്കുക എന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് സർക്കാർ ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 5 മണിക്ക് ശേഷം തീർത്ഥാടകരെ പരമ്പരാഗത കാനനപാതയിലൂടെ കടത്തിവിട്ടാൽ പലപ്പോഴും പതിയിരിക്കുന്ന അപകടം മുന്നിൽ കണ്ടുകൊണ്ട് 5 മണിക്ക് ശേഷം തീർത്ഥാടകരെ ഈ പരമ്പരാഗത കാനനപാതയിലൂടെ കടത്തിവിടാറില്ല. മുൻപ് അങ്ങനെ കടത്തിവിട്ട സമയങ്ങളിൽ പല തീർത്ഥാടകർക്കും ആനയുടെ ചവിട്ടേറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാമ്പുകളിയിട്ട് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഒരു സമയ ക്രമീകരണം ഈ പരമ്പരാഗത കാനനപാതയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻവർഷങ്ങളിലൊക്കെ ഈ പരമ്പരാഗത കാനനപാതയിൽ തീർത്ഥാടകർക്ക് പാമ്പുകടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരമ്പരാഗത കാനനപാതയിൽ പാമ്പുകടി ഏൽക്കുന്ന തീർത്ഥാടകരെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകുക എന്നത് ആന്റിവനം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആന്റിവനം നൽകണമെങ്കിൽ ഒരു പക്ഷേ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ പാലാ ജനറൽ ആശുപത്രിയിലോ അല്ലെങ്കിൽ എരുമേലിയിലെ സർക്കാർ ആശുപത്രിയിലോ എത്തേണ്ട സാഹചര്യമുണ്ട്. അപ്പോഴേക്കും തീർത്ഥാടകരുടെ നില കൂടുതൽ വഷളാവുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പരമ്പരാഗത കാനനപാതയിൽ കടന്നു പോകുന്ന തീർത്ഥാടകർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പരമ്പരാഗത കാനനപാതയിൽ പാമ്പുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായാൽ അങ്ങനെയുള്ള തീർത്ഥാടകരുടെ ജീവൻ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ഈ പ്രാവശ്യം മുതൽ നടപ്പാക്കിയിരിക്കുകയാണ്. പരമ്പരാഗത കാനനപാതയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആന്റിവന യൂണിറ്റുകളും ഒപ്പം തന്നെ ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ പാമ്പുകടി ഏൽക്കുകയാണെങ്കിൽ പ്രാഥമിക ചികിത്സാ സൗകര്യം എന്ന നിലയിൽ അവർക്ക് ആന്റിവനം നൽകുക എന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻഷുറൻസ് 5 ലക്ഷം രൂപയുടെ
ഇൻഷുറൻസ് പരിരക്ഷ തീർത്ഥാടകർക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കാരണം അത് തീർത്ഥാടകരാരും പണം അടയ്ക്കേണ്ടതില്ല. ദേവസ്വം ബോർഡ് തന്നെയാണ് തീർത്ഥാടകർക്കായി പണം അടയ്ക്കുന്നത്. അങ്ങനെ 5 ലക്ഷം രൂപ അടയ്ക്കുമ്പോൾ തീർത്ഥാടകർക്ക് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും അപകട മരണം സംഭവിച്ചാൽ അങ്ങനെ ആർക്കും സംഭവിക്കരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും സനോജ്, വ്യക്തമാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുണ്ടെന്നാണ് സനോജ് വ്യക്തമാക്കിയത്. ശബരിമല സന്നിധാനത്തു നിന്നും സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.